ഗായ്സ് അടുത്ത വീഡിയോ ഞങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത വന്നൊക്കെ എവിടെ കളിയാ ഞങ്ങൾ അങ്ങനെ വണ്ടർത്തുരുത്തി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. എടാ ഫോണുണ്ടോ? എടാ പോകരി ഫോണുണ്ടോ? ആ ഫോൺ ഈ ഒരു നിമിഷത്തിന് ഞങ്ങൾ മിസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാടാ നമ്മള്? ആര് ആര് കഴിച്ചപ്പോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക്. കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നേ? 2 വാക്ക് പറയാം ഇതിനെ പറ്റി. കൊള്ളാം. ഒറ്റയ്ക്ക് പോന്നോ? ഇല്ലടാ നോക്കിട്ടുള്ളൂ. കഴിച്ച് അങ്ങനെ നല്ല അടിപൊളി വൈബ് കേട്ടോ. 2 കഴിച്ച് 2 കളിയാണ്. അറിയാലോ ഇല്ല ഗൈസ് നല്ല ആംബിയൻസ് ഉണ്ട്. സുഖം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഞങ്ങളങ്ങനെ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മല്ല ബാഗിലുണ്ട്. അരുരാജേ അവരുണ്ട്. അരുൺരാജ് പറയുന്ന ടീമിന്റെ അത്രയും സെറ്റ് ആയിട്ടില്ല. അരുൺരാജിന് ഒരു പഴയൊരു ഗ്യാങ് ഉണ്ട്. ഈ പഴയ നമ്മുടെ സെറ്റപ്പ് ഒന്നും പറ്റുന്നില്ല. ഗ്യാങ് ഉണ്ടായിരുന്നു. അല്ല അവന് പഴയ ഓർമ്മകൾ വരുന്നു. പഴയ ഗ്യാങ് സെറ്റപ്പിന്റെ. ഇതാണ് ചെരുപ്പിന്റെ ഗുണം, മനസ്സിലായേ? ഒരുത്തൻ ഷൂസ് ഇട്ടോണ്ട് വന്നേക്കോ. മൺട്രോയിൽ ഷൂസ് ഇട്ടോണ്ട് ഷൂസ് മൊത്തം നരച്ച് റോബോച്ച് കഞ്ചരിക്കുന്നത്. കിട്ടുന്ന സ്പോട്ട് ഫാൻസ് എന്നെ സ്പോട്ട് ചെയ്ത് സെൽഫി എടുത്തു. ഓ എന്റെ കിട്ടുന്ന സ്പോട്ട് ഒന്നും പറയാലോ. ഇപ്പൊ ബോട്ട് എടുക്കാൻ നമുക്ക് ആളോട് പിടിക്കാം. മറ്റേ റൗണ്ട് എടുക്കുന്നു വേണ്ടല്ലോ. അത് ചട്ടി എനിക്കൊരു പേടി പോലെ. എന്താ വേണം? ചട്ടി വേണോ? എന്താ വേണം? വള്ളമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എനിക്ക് പേടിയുണ്ട് ചട്ടി. കണ്ട് രസിക്കാൻ രാവിലെ വണ്ടേം എടുക്കാനാ. ഹുസൈൻ എറണാകുളം മൂഡ് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഉപദ്രവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും വന്നാലും കാണും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നെടുത്ത്. ഞങ്ങളങ്ങനെ നടന്നതാ. ഇത് ഏതൊരു സ്പോട്ടിലെത്തി. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. സൂര്യാസ്തമയം നടക്കുന്ന സമയമാണ്. ഗൈസ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്തുവായിരുന്നു? കയാക്കിങ്ങോ അല്ലെങ്കിൽ കൊട്ടയോ അല്ലെങ്കിൽ വള്ളത്തിനതോ ചെറിയൊരു ട്രിപ്പ്. അരുരാജിന്റെ കൊട്ട അത്ര നല്ലതല്ല കേട്ടോ. ഒറ്റ മൈൻഡ് അഴിഞ്ഞു പോവല്ലേ ഗായ്സ്. ഞങ്ങളങ്ങനെ കുട്ടവഞ്ചിയിൽ പോവുകയാണ്. അഴിച്ചെങ്കിൽ വിടും ഉസൈൻ പോട്ട്. സേഫ്റ്റി മുഖ്യം വെക്കില്ലേ? ഏതാ നല്ലതാ ചേട്ടാ? ഇങ്ങോട്ട് പോകുന്നതാണോ അങ്ങോട്ട് പോകുന്നത് നല്ലത്? അതിനകത്ത് ആ ആർച്ച് അതിനപ്പുറത്തൊരു കണ്ടലേ ഉള്ളു. ഇവിടെ ആകുമ്പോ തോനെ കണ്ടല്ലോ. എന്നാ അങ്ങോട്ട് പോകും? പാലത്തിന് കൂടെ ഇറങ്ങും. ഗായ്സ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കുട്ടവഞ്ചിയിൽ പോകാനുള്ള തത്രപ്പാടിലാണ്. ബാക്കി മാടച്ചോണ്ട് കാണാം. 2-3 ഷോർട്സ് എടുത്തിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാകുമ്പോ അതിനകത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാം കേറി മരത്തിനകത്ത്. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് സുഹൃത്തെ എക്സ്പീരിയൻസ്?
ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. വണ്ടി അങ്ങോട്ട് എടുത്തു. ഞാൻ പറഞ്ഞിട്ട് ഇതാകുമ്പോ ഇടയ്ക്ക് കൂടെ അവൻ പറഞ്ഞില്ലേ സ്റ്റേക്ക് എടുത്തില്ലയോ? അങ്ങോട്ട് വണ്ടി വിടും. അങ്ങോട്ട് തുരങ്കത്തിലൂടെ ഒക്കെ പോവാം. ചേട്ടാ പേരെന്ത് വരുന്നത്? ഞങ്ങൾ അജി ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത്. അതാ. അപ്പൊ നിങ്ങൾ മൺട്രോളിലോട്ടൊക്കെ വരുവാണെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്തത് കേട്ടോ. കൊട്ടവഞ്ചിയുണ്ട്, കയാക്കുണ്ട്, ഇക്കാര്യമുള്ളതുണ്ട്. ആണ്. ആണെന്താണ് ഒരു പേടി പോലെ? എന്തുറ്റി? ഇവിടെ സ്റ്റക്കായി. ഞങ്ങൾ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെയാണ് ഗൈസ്. പക്ഷേ ഇവൻ ഏ സൈഡാണോ നോക്കിയേ? ഏടാ പടിയാ ഇവൻ ഏ സൈഡാ നോക്കിയേ? അബീത്ത് ടെക്നിക്കൽ സൈഡ്. ടെക്നിക്കൽ സൈഡ് ഞങ്ങൾ ഫിസിക്സ് പഠിച്ചു. അവന്റെ ഒരു ടെക്നിക്കൽ സൈഡ്. തല്ലടാ സക്സസ്ഫുള്ളി. അപ്പൊ ഇതെങ്ങനെയുണ്ടാ? നല്ല എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടാ? എല്ലാരും വരിക, എക്സ്പ്ലോർ ചെയ്യുക, സന്തോഷിക്കുക. എന്റെ 2 വർഷം അയ്യോ അമ്മ കാണണം. അനീഷ മമ്മി കളിച്ചിട്ടുണ്ടോ? കിടില എക്സ്പീരിയൻസ് ഉണ്ട്. ശരി പോന്നു ഗൈസ്. അന്താണെന്ന് എങ്ങനെ ഡോഗ് എല്ലാരും കൊള്ളാം. വീഡിയോ എടുക്കുന്ന പറഞ്ഞാലേ പിന്നെ ഒരിക്കലും വരാന്ന് മാത്രമല്ല. വെയിലെന്ന് പറയുന്ന ഒരു സാധനം ചില സമയത്ത് നമുക്ക് പിടിക്കത്തില്ല. വൈകിട്ടോ രാവിലെയോ നമ്മളൊരു വട്ടം ഉച്ചക്ക് എന്തോ വെയിലായിരുന്നു അറിയാം. പിന്നെ എന്റെ കൊട്ടവഞ്ചിക്കകത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അവര് കൊട്ടവഞ്ചി കയറിയപ്പോ അവർക്കൊരു കുഴപ്പമില്ല. ഇത്ര ആഴമല്ല, ഇതിന്റെ പകുതി പോലും ഇല്ല. ഇപ്പൊ ഈ ഏറ്റം കയറി കിടക്കുന്നുണ്ട്. അല്ലാത്തൊരു ശാന്തത. ഇതിനകത്ത് 6 പേര് പോവാ. വൈബാണ്. നേരെ ഇത് എടുത്തിട്ടുണ്ട്. നേരെ ശനി ഞായർ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ ഇവിടെ? പട്ടാളക്കാരാ. ഫോട്ടോ വെട്ടം പോയില്ലേ? 2 ഫോട്ടോ കയറി. ഇച്ചിരി കഴിയുമ്പോ കറിക്കാവും. വെള്ളം കറങ്ങും. പക്ഷെ ഞങ്ങൾ എത്തി കേട്ടോ. ഇവിടെ ഇത്ര നേരം എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം എന്താ കിട്ടുമെന്നുള്ളത്. പിന്നെ മണ്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിശന്ന് വെച്ചാൽ അവിടെ പപ്സ് കഴിക്കാൻ വന്നു. അരേജ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ
ആനന്ദേ അടിപൊളി. സുഹേൽ എങ്ങനെ ഉണ്ടായിരുന്നു മൺട്രോത്തുരുത്ത്? നൈസ്. രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു മൺട്രോത്തുരുത്ത്? നമ്മൾ കോളേജ് വന്നിട്ട് ഒരു വട്ടം പോയി, ഇപ്പൊ രണ്ടാമത്തല്ലേ പോകുന്നത് മൺട്രോ. നമ്മൾ വളരെ